What's up, Chelsea fans, football fans? Welcome back to Chelsea Karen channel. Makkale Chelsea, എനിക്ക് കുറച്ച് റെസ്റ്റ് തരൂ. But here we go, confirmed with Joao Pedro. മച്ചാനെ അടിപൊളി. See, ഞാൻ ഈ കൈ ഹാവേർട്സ്, ടീമോ വെർണർ, ലുക്കാക്കുവിനെ പോലെയുള്ള ഓവർ എക്സൈറ്റഡ് അല്ല ഞാൻ ഈ സൈനിങ്സിലൊന്നും. ഒരു സൈനിങ്സിലും ഞാൻ എക്സൈറ്റഡ് അല്ല. പക്ഷെ വാട്ട്സ് ഇംപ്രസ്ഡ് മീ മാസീവ്ലി ഇസ് നമുക്ക് എന്താണോ പ്രൊഫൈൽ വേണ്ടത്, ആ മെറസ്കയ്ക്ക് എന്താണോ പ്രൊഫൈൽ വേണ്ടത്, ആ പ്രൊഫൈലാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ സ്റ്റൈലിലുള്ള പ്ലേയേഴ്സിനെ വേണം, ഈ പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സിനെ വേണം, ഫൈൻ, നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്യും. ഇത് ക്ലിക്ക് ആവുമില്ലേ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജാവോ പെഡ്രോ നാളെ ഒരു ഫ്ലോപ്പായി മാറാം, ഹൂ നോസ്, വി നെവർ നോ. ബട്ട് നമുക്കൊരു പ്രൊഫൈൽ ഉണ്ട്, ആ പ്രൊഫൈൽ ടാർഗറ്റ് ചെയ്തു. ഉദാഹരണത്തിന് നമുക്കൊരു സ്ട്രൈക്കറിനെ വേണം, നമ്മൾ സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുന്നു. നമുക്കൊരു ലെഫ്റ്റ് വിംഗറിനെ വേണം, ലെഫ്റ്റ് വിംഗറിനെ സൈൻ ചെയ്യുന്നു. നമുക്കൊരു സെക്കൻഡ് സ്ട്രൈക്കറിനെ വേണം, ജാവോ പെഡ്രോ, നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നു. സ്ട്രേറ്റ് ഫോർവേഡ്. ഇനി തലവേദന മെറസ്കയ്ക്കാണ്. ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തെടുക്കും, ആരെയൊക്കെ എവിടെ കളിപ്പിക്കും എന്നുള്ള തലവേദന അങ്ങേക്കാണ്. നമ്മൾ എന്താണോ കോച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഗ്യാപ്പ് ഫിൽ ചെയ്തിരിക്കാൻ മാസീവ്. കാരണം നമുക്കിപ്പോ ജോവോ പെഡ്രോ, ജെമി ഗിറ്റൻസ് ആൻഡ് ടൈറിക് ജോർജ് ഉണ്ട്. മൂന്ന് പേരും റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് ഹാഫ് സ്പേസ്, ലെഫ്റ്റ് വിംഗർ പൊസിഷനിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ടൈറിക് ജോർജിനെ എനിക്ക് തോന്നുന്നില്ല മെറസ്ക അങ്ങനെ 100% വിശ്വസിക്കുന്നതെന്നുള്ളത്. കാരണം ഫിസിക്കലി ടൈറിക് ജോർജിന് ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. പക്ഷെ ജോവോ പെഡ്രോ ഓൾറെഡി ബ്രൈറ്റണിൽ കളിച്ച പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. ആ ഫിസിക്കാലിറ്റിയും കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചെൽസി സൈൻ ചെയ്യുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഇനി ഔട്ട്പുട്ട് തരുമോ അറിയില്ല. വി ഡോണ്ട് നോ. നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ തള്ളി മരിക്കാം. ആ തള്ളി മരിക്കല് ജാക്സൺ, നോണി മാഡുവൊക്കെ കഴിഞ്ഞ് ഞാൻ നിർത്തി. ഇനി ഇങ്ങനെ തള്ളി മരിക്കാനൊന്നും എന്നെ കൊണ്ട് കിട്ടില്ല. ബട്ട് ഫീസ് ഏകദേശം 50 മില്യൺ പൗണ്ട് ഇൻ എക്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 50 മില്യൺ പൗണ്ട്സ് ഇൻ എക്സസ് എന്ന് പറഞ്ഞാൽ 60 മില്യൺ പൗണ്ട്സ് വരെ പോവാം, 65 മില്യൺ പൗണ്ട്സ് വരെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ എക്സസ് എന്ന് പറഞ്ഞ് നിർത്തിയത് നമ്മൾ മാധ്യമങ്ങളുടെ ഇടയിൽ ഓവർ പേ ചെയ്തു എന്ന് ധരിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാവാം. ഓവറോൾ ചിലപ്പോൾ ഈ പറയുന്ന ഫീസ് ഒരു 55 മില്യൺ 60 മില്യൺ പൗണ്ട്സ് വരെ പോവാം ഫോർ ജോവോ പെഡ്രോ. നൗ ക്വസ്റ്റ്യൻ ഇസ്, ജോവോ പെഡ്രോ ഈസ് ദാറ്റ് എക്സ്പെൻസീവ്? നമ്മൾ അത്രയും പൈസ കൊടുത്തൊരു പ്ലെയറിനെ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ടോ? വി ഡോണ്ട് നോ. നമുക്കൊന്നും അറിയില്ല. ഇത് ചെൽസിയിൽ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിൽ പെഡ്രോ നെറ്റോ എനിക്ക് ഒരിക്കലും ഒരു 60 മില്യൺ പ്ലെയർ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ മച്ചാനെ കഴിഞ്ഞ സീസണിൽ പുള്ളിക്കാരൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്ലച്ച് ഗോൾസ് വെച്ചിട്ട് എനിക്ക് പെഡ്രോ നെറ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ പൈസയും മുതലെടുത്ത് എനിക്ക് തോന്നി. പക്ഷെ നേരെ മറിച്ച് കീനൻ ഡ്രൂസ്ബറി ഹോളിന് നമുക്കൊരു 40 മില്യൺ കൊടുത്തിട്ടുണ്ട്. ആ 40 മില്യൺ മോശം ഒരു പ്ലെയർ അല്ല, പക്ഷെ അതിനെക്കാട്ടിലും എത്രയോ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ജോവോ പെഡ്രോ. പിന്നെ പോരാത്തതിന് ജെമി ഗിറ്റൻസ്. സോ വി വിൽ യൂട്ടിലൈസ് ദീസ് പ്ലെയർ. ഡ്രൂസ്ബറി ഹോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രോപ്പർ ടൂർണമെന്റ് ക്ലബ് വേൾഡ് കപ്പിൽ വന്ന് കഴിഞ്ഞ കളിയിൽ ഒരു ഗോൾ അടിച്ചതിന്റെയാണ്. മറ്റേത് കോൺഫറൻസ് ലീഗിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രദർശനങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഒമാരി കെല്ലിമെന്നെ നമ്മൾ സൈൻ ചെയ്തു. എന്തിനാ സൈൻ ചെയ്യുന്ന അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ സൈനിങ്സ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് എങ്ങനെ വന്നാലും ജോവോ പെഡ്രോന് നമ്മൾ കൊടുക്കുന്ന ഒരു കാശ് വല്ലാണ്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജോവോ പെഡ്രോ ഇസ് സ്റ്റിൽ യങ്, അവന് ഇനിയും കോൺട്രാക്ട് ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രൈറ്റണിൽ നിന്ന് നമുക്കൊരു 50 മില്യൺ പൗണ്ട്സിന് ഒരു പ്ലെയറിനെ കിട്ടുക എന്ന് പറയുന്നത് എനിക്കൊരു മോശം ഡീലായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ സാലറി സ്ട്രക്ചറിലാണ്. അപ്പൊ നമ്മുടെ സാലറി സ്ട്രക്ചറിൽ സൈൻ ചെയ്യുന്നതുകൊണ്ട് പിന്നെ എന്തിനാണ് നമുക്ക് തലവേദന ഉള്ളത്? നാളെ അവൻ ഇങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനാണെങ്കിൽ വേറെ ക്ലബ്സ് എടുക്കും. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സിറ്റുവേഷൻ അതല്ല. ഇപ്പൊ ടൈറൽ മാർച്ചിയെ തിരിച്ച് യുണൈറ്റഡിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു. സാലറി ഇഷ്യൂ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാൻചോ, റാഷ്ഫോർഡ് ഇവരൊന്നും സാലറി നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ദേ ആർ എക്സ്ട്രീംലി ഹൈ വേജസ്. നമുക്കുണ്ട് റഹീം സ്റ്റേർലിംഗ് ആൻഡ് ബെൻ ചിൽവെൽ. അവരൊന്നും സാലറി നെഗോഷിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയാണ്. നമ്മൾ വില കുറയ്ക്കാനെന്നും പറഞ്ഞാലും വിൽക്കാൻ പറ്റില്ല. ജാക്ക് ഗ്രീലിഷ് അനദർ കേസ്. അപ്പൊ നമ്മൾ ഹൈ സാലറി മേടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ജോവോ പെഡ്രോ അങ്ങനെയല്ല. ഈസ് നോട്ട് കം ഓൺ ഹൈ സാലറി. നമ്മുടെ വെയിറ്റ് സ്ട്രക്ചറിലാണ് പുള്ളിക്കാരൻ ഫിറ്റ് ആവുന്നത്. നോട്ട് എ ബിഗ് പ്രോബ്ലം. ആൻഡ് ജോവോ പെഡ്രോന് അറിയാം ചെൽസിയിൽ വന്നു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ടാവില്ല. വി ഹാവ് ടു മെനി അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആൻഡ് അതും നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവണം. ലെറ്റ് ഹിം ഫൈറ്റ് ഫോർ ദ സ്പോട്ട്. പക്ഷേ ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇസ് ക്ലബ് വേൾഡ് കപ്പിലേക്ക് ഒരു ആഡഡ് അഡീഷൻ ആണ്. ആൻഡ് നമുക്ക് ഭയങ്കര സീരിയസ്ലി മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. പക്ഷെ ഒറ്റയടിക്ക് വന്ന് പുള്ളിക്കാരൻ വന്ന് ക്ലിക്ക് ആവുക, കളിക്കുക എന്ന് പറയണത് ഓവർ എക്സ്പെക്ടേഷൻ ആവാം. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒരു പ്രൊഫൈൽ ഉള്ളത് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിൽ സിറ്റിയിൽ നേരെ ചേർക്കി വന്ന് കളിക്കുന്നു, റൈൻഡിയേഴ്സ് വന്ന് കളിക്കുന്നു, മാർമൂഷ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പ്രോബബ്ലി ജോവോ പെഡ്രോനെയും പെഡ്രോനെറ്റോ എന്നാ വരുന്നത്. ജോവോ പെഡ്രോനെ മെറസ്ക സ്റ്റാർട്ട് ചെയ്യാനും മതി, പോസിബിൾ ആണ്. ഇനി ഇവരെ എല്ലാവരും കൂടെ എവിടെ കളിപ്പിക്കും അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യണം. പക്ഷെ അതെന്നാലും മെറസ്കയുടെ തലവേദനയാണ്. ഹി ഹാസ് ദ പ്ലേയേഴ്സ് ഹി വാണ്ട്സ്. ജാക്സൺ, ഡെലാപ്പ്, ജോവോ പെഡ്രോ, ജേമി ഗിറ്റൻസ്. അത് അടുത്ത സീസൺ പ്രീമിയർ ലീഗിലേക്ക്. ജേമി ഗിറ്റൻസ് ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കില്ല എന്ന് എനിക്ക് തോന്നണേ. പിന്നെ യു ഹാവ് മറ്റേ പെഡ്രോ നെറ്റോ, നോണി മാഡോക്കെ, കോൾ പാൽമർ. ദാറ്റ് ഇസ് നൗ മെറസ്കാസ് ഹെഡേക്ക്. മെറസ്ക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഫൈൽസ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ഫോർ. നൗ എൻജോയ്, കോച്ച് ദ ടീം ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഹോപ്പ്ഫുള്ളി നമ്മുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് ഹി കംസ് റിയലി റിയലി ഗുഡ് എന്നുള്ളതേ നമുക്ക് അതേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ.
ഇതിപ്പോ ജോവോ പെഡ്രോയിലും ജേമി ഗിഡൻസിലും ഒരാൾ ക്ലിക്ക് ആയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. ഹോപ്പ്ഫുള്ളി നമ്മൾ രണ്ടുപേരും ക്ലിക്ക് ആവട്ടെ എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു. ബട്ട് എനിവേ, ഐ എം ഹാപ്പി വിത്ത് ദ പ്രൊഫൈൽസ് വി ആർ ടാർഗറ്റിംഗ്, ഹാപ്പി വിത്ത് ദ പ്ലെയർ. ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ ഇനി ഈ പറയുന്ന പോലെ ഇവരുടെ കോൺട്രിബ്യൂഷനും വരണം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ സെമി ഫൈനലിൽ, ചിലപ്പോൾ അടുത്ത ക്വാർട്ടർ ഫൈനലിൽ ഒരു 2 ഗോൾ അടിച്ച്, who knows, we never know. Do let me know guys നിങ്ങളുടെ തോട്ട്സ് in the comment section. Thank you so much for watching. Signing off, SK from Chelsea.